ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ബാക്ക് ടു ബാക്ക് വ്ളോഗുകളാണ് ബാസിൽ പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പരാതി ഇതോടെ തീർന്നു കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനിയും വ്ളോഗുകൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താ ബാസിലെ? മോളെ ഇവിടെ വരൂ. ഇന്നത്തെ പ്ലാൻ എന്താ? പ്ലാന് പറയണതിന്റെ മുമ്പ് ഇന്ന് ഇവള് ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. അതെന്താ? ഒറ്റക്ക് ടൂർ പോവാണ്. ഓ, അപ്പൊ നമ്മളിഞ്ഞ് ബാച്ചിലേഴ്സ് ഒരുമിച്ചാണ്. ഇനി ബാച്ചിലേഴ്സ് പാർട്ടി. ഓക്കെ, അപ്പൊ ഞങ്ങള് നാളെ ബാംഗ്ലൂരിലേക്ക് ഒന്ന് ചിൽ ചെയ്യാൻ പോവാണ്. നശ്വ, ഓക്കെ, നോ പ്രോബ്ലം. എത്ര ദിവസമാണ്? എങ്ങോട്ടാ പോണ്? ഓ, ആഭ്യന്തരത്തിലേക്കാണോ? തിരുവനന്തപുരം വഴി എങ്ങോട്ടാണ് പിന്നെ യാത്ര? കന്യാകുമാരി വഴി ഒരു യാത്ര. അവിടെ ഞാൻ പണ്ട് പോയിട്ടാ. കടലിന്റെ നടുവിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്, അങ്ങോട്ടൊക്കെ നമുക്ക് പോവാ. ആണോ? ഇബലെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണ്ടേ? ഇബലെ നിങ്ങള് പോണേല് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലം. ഒന്ന് ഇവിടെ പോകണ്ട്, തുമ്പ ISROന്റെ റോക്കറ്റ്. പിന്നെ എവിടെ പോണ്? നിയമസഭ കാണാന്. നിയമസഭ കാണാനും പോകണ്ട്. അത് രണ്ടൊരു ഓക്കെ. മൃഗശാലൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പൊ നശ്വ അവളുടെ തറവാട്ടിലേക്ക് പോവാണ്. അപ്പം മിക്കവാറും അവിടെ അവരുടെ മറ്റേ ആളുകള്, അവിടുത്തെ ആളുകൾ ചിലപ്പോ അവിടെ പിടിച്ചു വെക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം റേഷൻ കാർഡും ആധാറൊക്കെ അവിടുത്തെയാണ്. തിരിച്ചുവരവുണ്ടാവോ? ഏത് ഫാമിലിയാണ്? ചിമ്പൻസി ഫാമിലി ആണോ, ഗൊറില്ല ഫാമിലി ആണോ? ഏത് വിഭാഗത്തിലാ ചേരുന്നത്? ഇതാണ് സയന്റിഫിക് നെയിമാണ്. പക്ഷെ മനുഷ്യന്മാര് ഏതാണ്? ചിമ്പാൻസി എന്നാണല്ലേ പറയണത്? ഒറാങ്കുട്ടാനാണോ? അല്ല, ഒറാങ്കുട്ടാനൊന്നല്ല. ഒറാങ്കുട്ടാനാണോ? ചിമ്പാൻസി ആണ്. എവല്യൂഷൻ ചിമ്പാൻസി എന്നാണ് വരുന്നത്. കറക്റ്റ് മനുഷ്യനാണ്. കറക്റ്റ് ചിമ്പാൻസി ഉണ്ടല്ലേ? കറക്റ്റ് നശ്വയാണ്. അതെ, അങ്ങനെയാണ് പറയുന്നത്. കാട്ടിക്കൂട്ടണ പോലെയും ഒക്കെയാണ് ഓല് ഒരു ഇതൊക്കെ ഉണ്ടാവല്. പ്രതികരിക്കാൻ പാടില്ല, സമ്മതിച്ചു കൊടുക്കുക. കാരണം പ്രതികരിച്ചാണ്ടാവും. അപ്പൊ നമ്മളെ കഴിഞ്ഞ കുക്കിംഗ് വ്ളോഗ് കുറെ ആളുകള് എന്തൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് നല്ല അഭിപ്രായം ഞാൻ കണ്ടു. ഇതില് ഇഫ ചിക്കൻ ട്രൈ ആണ് കൂടുതൽ പറഞ്ഞത്. നമ്മള് ചെയ്തതാണല്ലോ, ചെയ്തിക്കണേ. കാണാത്ത ആൾക്കാരെനിക്ക് പോയി കണ്ടുനോക്കിട്ടോ. നമ്മള് ഇഫ ചിക്കൻ ചെയ്തിട്ടുണ്ട്. ഇഫ ചിക്കന്റെ ഈ വീഡിയോന്റെ അടിയിൽ നമ്മൾ ആ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ ഇഫ ചിക്കൻ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അന്ന് എന്നോട് ആ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. അതേമാതിരി ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുക്കട്ടോ. അപ്പൊ ഇഫ ചിക്കന്റെ കാണാത്ത ആളുകൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇഫ ചിക്കനെ പറ്റി. പിന്നെ വേറെ സാധനം പറ്റും, വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ മേലെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. ഇപ്പൊ ഇഫ ചിക്കനെ പറ്റി പറയണം. അത് വരുമോ? അത് നമ്മള് ടെക്കിനെ വിളിക്കണം, അർഷിനെ വിളിക്കണം. ടെക്കി ഗോവിന്ദ് എന്നിട്ട് ഏതോ ഒരു റീൽ ഞാൻ കണ്ടേ. മറ്റേ നമ്മളെ തിരുവാലി സൈഡില് ഏതോ ഒരു സംഭവം എന്തോ ഉണ്ടല്ലോ, നമ്മളവിടെ പോയിട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തോ റെസ്റ്റോറന്റ്. നമുക്ക് അങ്ങോട്ട് പോയാലോ ചോദിച്ചിട്ട് ഇങ്ങനെ വാട്ടം പിടിച്ചിട്ടുണ്ട്. 24 hour ഉണ്ടല്ലോ. അത് റെസ്റ്റോറന്റ് ആണല്ലോ, പക്ഷെ നമ്മളവിടെ പോയിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ കഴിക്കണം. പൈസ കൊടുക്കണം. അപ്പൊ അർഷിക്ക് അത് മൂടേക്കണ്. ആയിക്കോട്ടെ, നമുക്ക് ട്രൈ ചെയ്യാം. ഇതാണ് ആ കട, ആ ടോയ്സിന്റെ കട. നമ്മളന്ന് വന്നീനല്ലേ? എനിക്ക് കുട്ടിയല്ലോ, അവിടെ ഇപ്പൊ സമയമല്ല. നമുക്ക് കേറാം കേട്ടോ. ഓ, ഫ്യൂച്ചറിലേക്ക് അസർ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലോ. വെറുതെ പറയാണ്. ഏത് അത് വാണ്ടി വരൂലേ ഇനി? അപ്പൊ ഇന്ന് മുതൽ അല്ലല്ല ചോദിച്ചോ. ഇവിടെ അല്ലാത്തപ്പോ മിസ്സൈലുണ്ടല്ലോ അസറിനോട് ചോദിച്ചോ. പിന്നെ ഓനെ ഇടക്കിടക്ക് പറയും എവിടെയാണാവോ, എന്തോ ഒരു മിസ്സിങ് അസറോ. എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ. ഇന്നാളെ ഒരു ദിവസം ഞങ്ങള് സദ്യക്കാൻ പോയി. സദ്യന്റെ അവിയല് വരെ എനിക്ക് കിട്ടുന്നു, ഓനക്ക് കഴിക്കാൻ പറ്റില്ല. പപ്പടം വരെ തന്ന്. വാസിലൊക്കെ പപ്പടം തരാത്ത ആളാ. എന്നിട്ട് അന്ന് ചാലിച്ചൊക്കെ ഇല്ലേറ്റ് മിസ്സിങ് ആയിട്ട് പള്ളിയിൽ ഗ്യാസ് കയറിട്ട് തിന്നാൻ വയ്ക്കണോന്. എന്നിട്ട് ചിട്ടെന്ന് അവിയല്. അപ്പൊ സുഹൃത്തുക്കളെ, എടി ഇന്റെ ക്ലാസ് ഒന്നും എടുത്താ. അപ്പൊ ഇന്നൊരു ഗംഭീര പ്ലാൻ ഉണ്ട്. നമുക്കൊരു സർപ്രൈസ് വ്ളോഗാണ് ഇട്ടത്. അത് മാത്രം പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. നാട്ടിൽ തന്നെ ഫുള്ള് പറഞ്ഞു. അപ്പൊ ഇതൊരു സർപ്രൈസ് വ്ളോഗാണ്. അപ്പൊ രണ്ടാൾക്കാർക്ക് സർപ്രൈസ്. ഒരാള് നമ്മളെ വീട്ടിലെ മോസ്റ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒന്ന് നമ്മളെ ഐശുവിനാണ്.
ഐഷു കുറെ ദിവസമായിട്ട് എന്നോട് ഡോക്ടർ സെറ്റ് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു ഡോക്ടർ സെറ്റ് വാങ്ങിക്കണം നമ്മള്. ഓ കിച്ചൺ സെറ്റും ഒരു കിച്ചൺ സെറ്റ് അയാടെ കണ്ടപ്പോ പിന്നെ വാങ്ങിയതാണ്. ബാസിന്റെ ക്ലാസ്സും ഉണ്ട്. ആ അത് തുറന്നടി, ഞാൻ തുറന്നു നോക്കിയില്ല. ലെൻസ് കാട്ടുന്നേ ഈ ഗ്ലാസ് എങ്ങനെ പൊട്ടിയാ സറോ? ഞങ്ങളെ അന്നത്തെ പരിപാടി ഇല്ലേ എന്റെ കൈയ്യട്ടിയാ ആസറിന്റെ കൈ ഞങ്ങള് സ്റ്റേജ് സീനത്തെ പാട്ട് ഇട്ടാണ് തുള്ളി ചാടാ കളിച്ചിന്റെ അടിയില് കൈ അങ്ങോട്ട് അടിച്ച്. ഓന്റെ കയ്യും നല്ല വേനുണ്ട്, എന്റെ കയ്യ് നല്ല ചോഞ്ഞാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ അത് മാറ്റിട്ടല്ലോ. ഓ അത് മാറ്റാം. അപ്പൊ കാണികൾ തന്നെ പറയട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞതില് ഞാൻ ഗ്ലാസ് ഇടായിട്ട് ആരെന്തോ പറയുന്നുണ്ട്. അപ്പൊ ഗ്ലാസ് ഇടാത്തെന്ന് വെച്ചാല് ഗ്ലാസ് കംപ്ലീറ്റ് ഞാൻ ഗ്ലാസ് കംപ്ലീറ്റ് ചിലപ്പോ ലേസറൊക്കെ ചെയ്ത് ഒഴിവാക്കാൻ ഒരു പരിപാടിയിലാണ്. അതാണ് പുതിയ ഗ്ലാസ്. എങ്ങനെ ഉണ്ട്? മൂഡ് പെട്ടാണ് ഫസ്റ്റ് ഇടുന്നത്. വട്ട ഗ്ലാസ് ട്രൈ ചെയ്യലില്ല. വട്ടം എനിക്കൊരു ലൈക്ക് ഇല്ല. വട്ടം ട്രൈ ചെയ്താൽ മച്ചാനെ നമുക്കത് പൊളിക്കും. അപ്പൊ ആരൊക്കെ ചോദിച്ചു ഗ്ലാസ് അവിടെ നടക്കല്? ഞാൻ ലെൻസ് കാർട്ടിൽ തന്നെ എടുക്കല്. പക്ഷെ എന്താ വെച്ചാൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഇതാവും, ഫെയ്ഡ് കളറൊക്കെ ഫെയ്ഡ് ആയി ഇതാവും. ഒരു മാക്സിമം ഒരു കൊല്ലം വരെ കിട്ടും. അത് ഒരു കൊല്ലത്തിൽ ഗ്ലാസ് എന്തായാലും മാറ്റണം. ഇതിനിപ്പോ എത്ര രൂപയാണ്? ഇതിന് നല്ല വില ഉണ്ട്. 2 സംതിങ് ആയിട്ട് തോന്നുന്നു ഫ്രെയിമിന്. പിന്നെ നമ്മളതിന്റെ പവറും ഇതൊക്കെ പാടെ അതിനൊരു 1500 അങ്ങനെ എക്സ്ട്രാ അങ്ങനെ അതും വരും. ഒരു കൊല്ലൊരു 4000-4500 രൂപ നമ്മളെ ഗ്ലാസ്സിന് കാണണം. ഇതിലാണ് നല്ലൊക്കെ ഉണ്ട് കേട്ടോ. അല്ല എന്നാ എനിക്ക് മറ്റേ ലേസിക്ക് ചെയ്യുന്നല്ലേ. പക്ഷെ അത് ചെയ്താൽ ഞാൻ തരോ എന്റെ മുഖ ഷേപ്പ് ആകെ മാറും. അത് ചില ആൾക്കാർ ഗ്ലാസ് ഇടണോല് ഗ്ലാസ് മാറ്റാത്തത്. ഇത് ഈ ട്രീറ്റ്മെന്റ് ഉണ്ടായിട്ട് പോലും അത് മാറ്റാത്ത എന്താ വെച്ചാൽ ഈ ഗ്ലാസ് ഇട്ടാണ്ട് ഓൾക്ക് ഫേസിന്റെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി. സാറ് പോലീസ് നോക്കിട്ടോ നമ്മളെ ഹൈവേ പോലീസ് നിർത്തിച്ചു. ഉണ്ടോ? എല്ലാം ക്ലിയർ ആണ് സാറേ. നമ്മ സീനാണ്. പോലീസ് കാണാതെ നമുക്ക് ഇങ്ങനെ വെച്ചോക്കിയാലോ? എക്സ്പീരിയൻസ് ചെയ്തോ? ആ ഫോണ് 1000. എന്നെ പോലീസ് നോക്കിക്കോട്ടെ. എന്ത് ഇത് അങ്ങോട്ട് പോവല്ല, ഇതുപോലെ ഇങ്ങോട്ട് വരൂലേ? ഇങ്ങോട്ട് വരണമെന്നാണ് നിയമം. അവരവിടെ നിക്കണല്ലോ. എന്നെ വിളിക്കണ്ടോ? വിളിക്കണ്ടോ? പോയോക്ക് മൈക്ക് ഹിഡൻ ആയിട്ട് വെക്ക്. എന്തൊക്കെയാണ് നടക്കണെന്ന് കേക്കാലോ. ഇതെവിടെ വെക്ക? അതാ എന്റെ മൈക്ക് റെക്കോർഡിംഗ് ഓണായി. ഇത് പിടിച്ചോ. അതിന് ഇത് ഗാന്ധം കിട്ടണില്ലേ? വിളിച്ചു പറയണ്ടോ? പോയിക്കോ. എക്സ്പീരിയൻസ് ചെയ്യാനാ പോര്. വണ്ടി ഒക്കെ ഇജെന്തിനു പോരുന്നേ? ഓൽക്കാകതാ വേറൊന്നോ? ഞാൻ പോയിക്കൊണ്ട് എല്ലാം ഉണ്ട്. നമ്പർ അടിച്ചു നോക്കട്ടെ. ആണ് ബാസിൽ സമാൻ 89 40. താങ്ക് യു. അതൊന്നുമില്ല, ആ സാറിന് നമ്മളറിയാം. കയറി കിട്ടിയില്ല. ഓ കുഴപ്പമില്ല. ഓക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇനി ആ സാറിനെ അറിയേ, മറ്റേ സാറിനെ. മറ്റേ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ പോണത് സത്യം പറഞ്ഞാല് നമ്മളെ ഇന്നത്തെ പ്ലാൻ എന്താണ്? ഇന്നത്തെ പ്ലാന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സർപ്രൈസ് കൊടുക്കാം. അതായത് ഇമ്മ കൊറേ കാലമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതായത് അസർ നമ്മള് പുതിയ പേരുണ്ടാക്കിയില്ലേ? പുതിയ പേരുണ്ടാക്കിയതിനു ശേഷം നമ്മളെ പുതിയ എക്സ്ട്രാ ഉണ്ടാക്കിയ അടുക്കളല്ലേ നമ്മള് കുക്ക് ചെയ്യണേ. ആ അടുക്കളയിൽ പുതിയ വാഷിംഗ് മെഷീൻ ഇതൊക്കെ വെക്കാനുള്ള പോയിന്റ് ഇട്ടിച്ചിക്കണേ. പക്ഷെ എന്ത് വെച്ചിട്ടില്ല. അതായത് അന്ന് നമ്മള് പഴയ പെരി നിങ്ങൾ മാറിയപ്പോ പഴയ പെരീത്തെ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ ഉമ്മ പറഞ്ഞ് ആ പഴയ പെരീത്തെ വാഷിംഗ് മെഷീൻ ഇനിയിപ്പോ പുതിയ പേരിന്റെ ഉള്ളിൽ വെക്കണ്ട, ഇനി പുതിയ വാങ്ങണമെന്ന് ഉള്ളിൽ വെക്കാറുണ്ട്. ആ പഴയ പെരീത്തെ വാഷിംഗ് മെഷീൻ എടുത്താണ് പുറത്ത് കൊണ്ടുവച്ചിരിക്കണത്. അപ്പൊ അത് പുറത്താണ് ഉള്ളത്. അപ്പൊ ആ വാഷിംഗ് മെഷീനിൽ ഇപ്പൊ കുറച്ച് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആയിട്ട് ഇമ്മങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം. ഇമ്മങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിടക്കണത്. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഇമ്മക്കൊരു എന്ത് വാങ്ങി കൊടുക്കാന്? വാഷിംഗ് മെഷീൻ. ഇമ്മക്ക് പിന്നെ അത്യാധുനിക സെറ്റപ്പ് ഇതില്ലോ ഒന്നും ഇമ്മക്ക് പറ്റൂല. അതൊക്കെ നമ്മൾ ഉള്ളറിഞ്ഞിക്കണേ. ഇമ്മക്ക് അവിടെ എല്ലാ ടൈപ്പ് തന്നെ മതി. അതായത് അതിൽ ജസ്റ്റ് മറ്റേ മേലഭാഗം തുറക്കണ സാധനം ഉണ്ടല്ലോ. പിന്നെ ഫ്രണ്ട് ഫ്രണ്ട് തുറക്കണ പറ്റൂല. ശരിക്കും നല്ലത് വില കൂടുതലും ഫ്രണ്ട് തുറക്കണേനാണ്. അപ്പൊ ഞാനിപ്പോ അതാണെങ്കിൽ അത് എടുക്കാൻ വിചാരിച്ചിനി. അപ്പൊ ഉമ്മക്ക് ഇതെന്താ സെറ്റപ്പ്? അസ്സലാമു അലൈക്കും.
നമുക്ക് ഇങ്ങനെ ഒരു മൗസ് സലാം പറയണ ആദ്യമായിട്ടോ. ഇതെന്താ പരിപാടി? എന്താണ് എന്താ സാധനം? ആണോ? മെയ്ഡ് ബൈ മിക്കി. അത് പോയോ മിക്കി? ഇത് നിങ്ങൾ തന്നെയാണോ? ഓക്കെ ഓക്കെ, എന്നാ ഒന്ന് തരാൻ പറയും കുട്ടീനോട്. ആരാ അനിയത്തിയോ? ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ എടുക്കാന്നൊക്കെ അപ്പൊ ഇതിന് അടിയായിട്ടവിടെ. എന്നാലും ഇത് ഭയങ്കര ലൈക്കായി. ഈ പ്രായത്തിൽ രണ്ട് കുട്ടികള് അതായത് ഓരതായ രീതിയിലൊരു അല്ല ഓരവിടെ എന്തൊക്കെ ഇനിയിപ്പോ നമ്മക്കത് തിന്നോക്കാം അല്ലേ? ഇനിയിപ്പോ എന്തായാലും ഇവിടെ നിർത്തിയില്ലേ? ഇനിയിപ്പോ തിന്നോക്കല്ലാതെ വേറെ ഓപ്ഷൻ അല്ലല്ലോ വെച്ചാണ്. ഇവിടെ ഇതിക്കണ കേട്ടോ പൂരി ഐസ്ക്രീം. അപ്പൊ എല്ലാരും നമ്മളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യട്ടോ. ബത്തക്ക വെള്ളം എന്തൊക്കെയാണ് ഫ്ലേവർ ഉള്ളത് നോക്കട്ടെ കഞ്ചടിക്ക. ഈ എന്താ മോളെ പഠിക്കണ എന്താണ്? എവിടെയായിരുന്നു? ആ ഓക്കെ ഓക്കെ. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഇതാണല്ലേ നിങ്ങളെ വീട് ഇവിടെ അടുത്ത് തന്നെ? ആ ഓക്കെ ഓക്കെ. ഇതില് ഏതാ നിങ്ങളെ സ്പെഷ്യല്? ഞങ്ങളെ മെയിൻ ഐറ്റം ഏതാ? കാലാകട്ട. എടുത്തോ എന്നാ അതന്നെ എടുത്തോ രണ്ടെണ്ണം. അല്ല ഒരു കാലാകട്ടി ഒരു ചോക്ലേറ്റ് എടുത്തോ. ഓക്കെ വേണ്ട വേണ്ട ഇവിടെ ഇരുന്നോണ്ട്. വീട് തന്നെയാണ്. കാലാഘട്ടം എന്താ എന്തേക്കാരം ബോസിലെ? കാലാഘട്ടം എന്താ എന്തേക്കാരം? അപ്പൊ ഞങ്ങള് ഗായ്സ് പറഞ്ഞിട്ടുള്ളത് ഒരു കാലാഘട്ടി ഒരു ചോക്ലേറ്റ് കേട്ടോ. കാലാഘട്ടം ഇൻ കേസ് നമുക്ക് പറ്റാത്ത ചോയാണെന്നുണ്ടെങ്കിൽ എടാ ഇത് മറ്റേ സാധനത്തിൽ ഉണ്ടാക്കാട്ടോ. ഫുള്ള് ചൈനീസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ അങ്ങനല്ല, ആ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിട്ട് കാട്ടിയത് നമ്മള് നിർത്തില്ലേ? അതെ മൈക്ക് ഓണാണ് വെച്ചാനെ. അത് ഞാൻ താത്തിയല്ലേ വെറുതെ എന്നെ പഠിപ്പിക്കാൻ. അത് നോക്ക് ഐസ് ക്രിയേറ്റ് ചെയ്യണോക്ക്. അതെന്തായാലും നൈസ് പരിപാടി, അടിപൊളി. അതായത് ഈ പ്രായത്തിലില്ല ഇതേമാതിരി കുറേ കുട്ടികൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ. അതായത് ഓരതായ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് ഐഡിയകളും കാര്യങ്ങളായിട്ട് വലിയ മുന്നോട്ട് വരിക. നല്ല അടിപൊളിയായിട്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തൊക്കെ കണ്ട് ഈ കുട്ടികളെ പടം ഇങ്ങനെ പറയാനുള്ള കുട്ടികളോട് പറയാനുള്ള എന്താ വെച്ചാല് ഇത് വിജയിക്കോ ഇല്ല എന്നുള്ളതൊന്നും നോക്കിയിട്ടല്ല, നിങ്ങൾ അത് ചെയ്യുക. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യണ ആ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. നമ്മളെ പോലത്തെ ആൾക്കാരെന്നല്ല എല്ലാരും നിർത്തിയിരിക്കും. നിങ്ങൾ തുടങ്ങിക്കോളൂ, ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. വിജയിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. കുട്ടികളൊക്കെ ആയതുകൊണ്ട് എന്തായാലും വിജയിക്കും. അപ്പൊ നിങ്ങൾ നാളെ മുതൽ പേരന്റെ മുന്നിൽ ഒരു ഡബ്ബയും ഒരു മറ്റേ പെട്ടിക്കടമായൊരു സെറ്റപ്പ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ട് വിൽക്കുക. അതേമാതിരി കോഴിക്കോട് ബീച്ചിൽ ഞാൻ ഇപ്പടുത്ത് കണ്ടീനി, പിന്നെ ഒരു വീഡിയോയിൽ കണ്ടീനി. അതായത് നമ്മൾ ജസ്റ്റ് ഉണ്ടല്ലോ അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് പോയാലും ഇരിക്കാനൊന്നും സ്ഥലമില്ലാതെ നിലത്തൊക്കെ ഇരുന്ന്, അപ്പൊ അതിന് ബദൽ ഒരു സംവിധാനം, ഒരു ടീം, അതിന്റെ പേര് പിന്നെ ഓർമ്മ ഇട്ടില്ല. അതായത് ഒരു ചെയറൊക്കെ അവിടെ നിന്ന് തന്നെ റെന്റിന് എടുത്തിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ബീച്ചിൽ മറ്റേ പുറത്ത് ഫോറിൻ കൺട്രീസിലൊക്കെ ബീച്ചിൽ അതേപോലെ അവിടെ തന്നെ റെന്റ് ഔട്ട് ചെയ്തിട്ട് അത് ഓൽക്കൊരു ചെറിയ വരുമാനമാർഗം വരുന്നവർക്ക് വലിയൊരു എമൗണ്ടും ഇല്ല, ഫാമിലിയൊക്കെ ഒരു അടിപൊളിയായിട്ട് ഇരിക്കാനും ഇതിനൊക്കെ പറ്റും ചെയ്യും. പക്ഷെ അത് എന്ത് ചെയ്തു, അവിടെ അല്ല കുറച്ച് ആളുകൾ എല്ലാവരും കൂടെ കൂടിയത് കോർപ്പറേഷനിൽ കംപ്ലൈന്റ് എടുത്തിട്ട് ഇതെന്താണ് ജന ടെസ്റ്റ് ചെയ്താ കാലഘട്ട ചോക്ലേറ്റ് എടുത്തിട്ട് പോരെ. മണക്കാൻ പാടില്ല ഫുഡ്, കഴിക്കണം. വണ്ടിയിലാക്കരുതേ. ഐസ്ക്രീമാണ്, ഇജ്ജ് പേടിച്ചൊന്നും വേണ്ട. ഇഷ്ടപ്പെട്ടോ? നോക്കട്ടെ എനിക്കൊരു സിപ്പ്. അതായത് മറ്റേ ഇതാടാ പ്ലെയിൻ ഐസ് അല്ലേ വാസിലെ, അതിക്ക് ഈ ജ്യൂസ് പാരുക. അതായത് ഈ ഒരു ചൂടെന്നൊക്കെ ഒരു റിലീഫ്. നോക്കിയാ സുഹൃത്തുക്കളെ അസുറൊന്നാണ്. നല്ല സിറപ്പ്, ഇത് സിറപ്പാ. ചൂടത്തൊക്കെ കിട്ടിയവർ ഓക്കെ അല്ലേ? നമുക്ക് ചോക്ലേറ്റ് എങ്ങനെ നോക്കാം. ഇതെന്താ വെച്ചാൽ ഇത് സിമ്പിൾ സാധനം. ഇത് ഐസ് വല് എന്ത് ചെയ്യുക, ഐസ് കോണുമാതിരി ഷേപ്പ് ആക്കിക്കാണ്ട് അതിന്റെ മേലെ ഇവര് ആ ഒരു സ്പെഷ്യൽ ഫ്ലേവറിലുള്ള സാധനം മിക്സ് ചെയ്യാം. അപ്പോ ഈ കുട്ടികളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നിലമ്പൂര് എടക്കര ചുങ്കത്ര നിർത്തുക. അതായത് ചുങ്കത്ര ടൗൺ കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെറിയ ഇതേമാതിരി കൗണ്ടർ കാണാം, കുട്ടികളെ ഒരു കൗണ്ടർ. അപ്പം
എന്താ ചോക്ലേറ്റ് വരണ്ടേ? എല്ലാവരും എന്ത് ചെയ്തെടുക്കാം, സപ്പോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പൈനാപ്പിൾ വാങ്ങാം. പൈനാപ്പിളോ? ആ പൈനാപ്പിളോ അങ്ങനെ പൈനാപ്പിൾ തിന്നാന് മൂപ്പരെ സഹായിക്കണം. എന്നാ മുപ്പത്. ചോക്ലേറ്റ്. താങ്ക് യു. ഓക്കെ. ഒന്ന് കഴിച്ചു നോക്കിട്ട് പറയോ? ആ പറ പറ. കഴിച്ചു നോക്കണ്ടേ നമ്മളെ? കാലഘട്ടം എങ്ങനെയുണ്ട്? രസമുണ്ട് രസമുണ്ട്. ഇനി ചോക്ലേറ്റ് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? കാലഘട്ടം എന്താ മുന്തിരിയാ? അസർ ഒന്ന് അടുത്ത് കുടിച്ചാ. വീട്ടിലുണ്ടാക്കിയ ഫ്ലേവേഴ്സാ. ഫ്ലേവേഴ്സും ഹോം മെയ്ഡ്. ഹോം മെയ്ഡ് ഫ്ലേവേഴ്സ് ഒന്നും കൂടി ലൈക്ക് ചെയ്ത് ചോക്ലേറ്റാ. എനിക്കും. ചോക്ലേറ്റ് പക്ഷേ കാലഘട്ടി രസമുണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിലുള്ള സാധന. ആ അപ്പൊ കാലാഘട്ടാണ് അതില് ഫേമസ്. അവിടെ ഫേമസ്. അതില് ഉപ്പും നാരങ്ങയൊക്കെ ഇട്ടിട്ടേക്കാര. അത് ഇഷ്ടപ്പെടുത്തവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടൂല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ ഫ്ലേവറിനനുസരിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യണത്, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചുങ്കത്ര കഴിഞ്ഞ ഉടനെ മാമ്പോയില് മാമ്പോയില് മാമ്പോയിൽ അങ്ങാടി കഴിഞ്ഞു. അതെ, ചുങ്കത്തറന്റെ ഇടക്കരന്റെ അടിയിലായിട്ട് വരുന്നത്. അപ്പൊ ഇതില് പാസ് ചെയ്യുന്നവരൊക്കെ ഇവിടെ നിർത്തി ഇത് വാങ്ങി ഓലെ സപ്പോർട്ട് ചെയ്ത് കേട്ടോ. വണ്ടി ഒന്ന് സൈഡ് ആക്കിടാം. ഞാൻ ഗൂഗിൾ പേന്റെ സ്കാനർ എടുക്ക്. ചിന്തിട്ടോ മച്ചാനെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് പോവാൻ നേരത്തെ നമ്മളെ ഏട്ടൻ പറഞ്ഞ് അവിടുന്ന് മാത്രമേ ഉള്ളൂ മക്കളെ, എന്റെ അടുത്ത് പൈനാപ്പിൾ ഒന്നും എടുക്കുന്നില്ലേ ചോദിച്ചു. അപ്പൊ ഞങ്ങളൊന്നും നോക്കിയില്ല. ഒരു കവറിന് 100 ഉറുപ്പിക ഉള്ളു പറഞ്ഞു. ഒരു കവറിനോട് പോരട്ടെ പറഞ്ഞു കാക്കാനോട്. ഏട്ടനോട് എന്തെങ്കിലും ചോദിച്ചോക്കട്ടോ. ഇന്ന് നമ്മള് ഇങ്ങനെയുള്ള ഇന്നെന്താ വെച്ചാല് നമ്മള് മുന്നേ അത്രയും നല്ല സൽപ്രവർത്തി ചെയ്യുന്നുണ്ട്. അതിന്റെ മുന്നേ നമ്മള് കുറച്ച് മുന്നോടിയായിട്ട് വേറെ കുറച്ച് സൽപ്രവർത്തി ചെയ്ത് അങ്ങനത്തെ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഇവര് ഷെയർഡ് ബിസിനസ് തോന്നുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സാധനം. അതായത് ഇതിപ്പോ ജസ്റ്റ് ഓല കൗണ്ടർ ഇട്ട് അവിടെ നിന്നാൽ ചിലപ്പോ ആരും ശ്രദ്ധിക്കൂല. അതിനാണ് ആ കുട്ടി എന്ത് ചെയ്തിരിക്കണത്, അങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടാണ് നമ്മള് കണ്ടപ്പോഴാണ് അത് നല്ലൊരു ട്രിക്കായി, അടിപൊളിയായി. ഏട്ടനുണ്ട്. പക്ഷെ പൈനാപ്പിൾ ഒക്കെ ഇവിടെ കവർ 100 ഉറുപ്പികളായി. അതെ, ചെറിയ പൈനാപ്പിൾ ആണ്. ഏട്ടാ വീട്ടിലുണ്ടാക്കണ പൈനാപ്പിളാ? പുറത്തുനിന്ന് തരാം. സ്കാനർ ഉണ്ടോ? സ്കാനർ ഉണ്ടോ? ഇപ്പൊ അയച്ചു കൊടുത്ത തന്നെയല്ലേ? ഇപ്പൊ അയച്ചേക്കന്നല്ലേ? അയക്ക് 100 അയക്കണ്ട് കേട്ടോ. ഏട്ടൻ കൊറേ ഇവിടെ നമ്മള് ഇവിടെ തന്നെ അയച്ചോട്ടോ. ശരി, കാണാട്ടോ. ബൈ ബൈ. അപ്പൊ ഗൈസ്, ഇഷ്ടപ്പെട്ടില്ലേ? നമ്മള് പൈനാപ്പിൾ ഒരു കീസും വാങ്ങി, നമ്മള് കാലാകട്ടിയും ചോക്ലേറ്റും വാങ്ങി. നല്ല പൈനാപ്പിൾ സെലക്ട് ചെയ്തിട്ട് ആണോ ജി ശ്രദ്ധിച്ചു? ഏട്ടൻ അടിപൊളിയാട്ടോ. നമുക്ക് നല്ല കുറച്ച് പൈനാപ്പിളൊക്കെ ഇട്ടുന്നു. അതായത് നമ്മള് പൈസ കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അതെ, 100 ഉറുപ്പിക എത്ര 10-12 പൈനാപ്പിൾ ഉണ്ട് ഇതില് 100 ഉറുപ്പിക. അങ്ങനെ ഗൈസ് നമ്മള് പൈനാപ്പിളും കാലാകട്ടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പൈനാപ്പിൾ കുറച്ച് വാങ്ങിയാണ്ട് നമ്മളിതാ നേരെ എങ്ങോട്ടാ നമ്മള് പോണിപ്പം? വാഷിംഗ് മെഷീന്റെ ഷോപ്പിക്ക് പോവാട്ടോ. അപ്പൊ മോനെ ഒരു ഊഞ്ഞാല് വാങ്ങണം. എന്തിനാ? ഓ ഫ്യൂച്ചർ. ഓക്കെ, പുതിയ കണ്ണടിച്ചിട്ട് ഒരു ഡിസ്കംഫർട്ട്, പക്ഷെ സെറ്റ് ആവണം. ഫ്രെയിം മാറിയപ്പോ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഞങ്ങള് കണ്ണട ഒഴിവാക്കും. ഞങ്ങള് ലേസർ ചെയ്യും. ആര് അനക്കത്തിന് ഞങ്ങള് പറഞ്ഞ എന്തിനാ ഓന് പറഞ്ഞ പോലെ. അപ്പൊ ഇജും ചെയ്യണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ലേ. മൈക്ക് കുടിച്ചാ ഓനിപ്പോ നാളെ എവിടേക്ക് ചൈനീക്ക് പോകണം കുട്ടിക്കോ? ഞങ്ങള് ചൈനീക്ക് പോവാണെന്നാണോ ബാസിലേക്ക് ചൈനീക്ക് പോകണമെന്നാണോ ജി പറയാ? ആണോ? അപ്പൊ ജമാത്താക്കരുത് ചില സിറ്റുവേഷനുകളിൽ. നിങ്ങൾ റൊമാൻറ്റിക് ആണ്, നിങ്ങൾ വലിയ ഹസ്ബൻഡ് വൈഫാണെന്നൊക്കെ സമ്മതിച്ചു. പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ ജമാഅത്ത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ജനേഷോ നാളെ മുതൽ ബാസിന് മറ്റേ എവിടേക്ക് എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോവാണെന്ന് പറയണമെങ്കിൽ വിശ്വസിക്കരുത് കേട്ടോ. ബാസിന് മാത്രമേ എല്ലാവരും പോകണത്. അല്ല അപ്പൊ നെഷോ എന്ന് പറയണ്ട, ഞങ്ങള് ട്രാവൽ ചെയ്യണല്ലോ. ഓളെ ഗ്രാമർ അങ്ങനെയാണല്ലോ. അത് ഏതാണ് സുന്നത്താണ്. സുന്നത്തൊറ്റക്കല്ലേ നിസ്കരിച്ചാ? സുന്നത്തിന് ജമാഅത്തില്ലല്ലോ. ഇവിടുത്തെ പ്രോസ് പഴയമാതിരി സെറ്റപ്പ് ആയിക്കണ. ഇന്ന് വേണ്ട, ഇന്നെന്താ വെച്ചാല് ഞങ്ങളാണ് കഴിക്കണത്, നമ്മളല്ല. ചാമ്പി കണ്ടില്ല, ഇതാണ് ഒരു സ്വഭാവം. ഒരു സംഭവം ഉണ്ടായി. എന്താണ്? ഞാന് പിന്നെ ഇപ്പൊ ജസ്റ്റ് ഉണ്ടല്ലോ നമ്മളെ പ്ലാൻ എന്താന്നുള്ളത്, നമ്മളൊരു പോക്ക് എങ്ങനെയാന്നുള്ളത് ഇന്നലെ ഒക്കെ കറക്റ്റ് മനസ്സിലാക്കണം.
അതായത് നമ്മൾ എന്തുകൊണ്ടാണ് രാത്രി ഡിലേ ആവണം. ഞാൻ ഇന്നലെ നശ്വനോട് പറഞ്ഞു പക്ഷെ ഞങ്ങൾ കൽപ്പിച്ചിട്ട് ഡിലേ ആക്കണതാണോ? 8 മണിക്കാണ് ഇവര് പ്ലാൻ ഇടാണ്. നമുക്ക് കോഴിക്കോട് പോവല്ലേ, അന്നാ പോവാ. ഇന്നലെ 8 മണിക്കല്ലല്ലോ ഞങ്ങളിട്ട്, 7:15. ഇന്നലെ 7:15 അല്ല, ഇന്നലെ നമ്മള് ഉച്ചക്ക് പ്ലാൻ ഇട്ട് കല്യാണം കഴിഞ്ഞ് നേരെ കോഴിക്കോട് പോയതാ ഞങ്ങള്. ഇങ്ങള് പക്ഷെ നമ്മളെന്താ ചെയ്യാ, നമ്മൾ ഓൾറെഡി ഇന്നലെ പ്ലാൻ ഇട്ടീനി എന്നെ കൊണ്ടുവരാൻ. പക്ഷെ പക്ഷെ എന്താ വെച്ചാല് ബാസിൽ നശ്വക്ക് സർപ്രൈസ് കൊടുക്കാം, ലാസ്റ്റ് മൊമെന്റിൽ പറയാം. അതാവുമ്പോ അവളും സർപ്രൈസ് ആവും, നമ്മളും സർപ്രൈസ് ആവും. എന്നിട്ട് ഇന്നലെ ഞാൻ എപ്പോഴാ വീട്ടിൽ എത്തി? 3 മണിക്ക്. നിങ്ങാണെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ട. ഞങ്ങളെന്താ ചെയ്യാൻ നൈറ്റ് വൈബേഴ്സ് ആണ്. ഇവര് നമ്മള് കോട്ടക്കൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞാല് നമ്മള് അടുത്തൊരു ഡിസ്ട്രിക്ട് പ്രതീക്ഷിച്ചാ മതി. കോട്ടക്കൊക്കെ ആവില്ല അവര് കൊണ്ടുപോകുക, കണ്ണൂരില്ലെങ്കിൽ കോഴിക്കോട്. അത് ഒപ്പമുള്ള എന്താ വെച്ചാൽ വൈബേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണ് ഞങ്ങൾ എത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റലില്ല. ഷോപ്പിലെത്തില്ലേ? വാഷിംഗ് മെഷീൻ എടുക്കാൻ പോവാണ്. ഇതാണ് ഗൈസ് നമ്മളെ ഷോപ്പ്. വാഷിംഗ് മെഷീൻ ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഹലോ അപ്പൊ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നാണ്ട് നമ്മളുടെ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇൻഷാല്ലാ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ തന്നെ എത്തും. പിന്നെ ഞാൻ പിന്നെയും പോകും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് എടുക്കാം. ട്രിവാൻഡ്രം വരെ നമ്മളെ എക്സ്പോ നടക്കണ്ടേ. 21-ാം തീയതി വരെ നമ്മളുടെ എക്സ്പോ ആണ്. അല്ലെങ്കിൽ പിന്നെ 21-ാം തീയതി ശേഷം നോക്കേണ്ടി വരും. ഈ മൈക്ക് ഓണാണ് ആണോ? അങ്ങനെയല്ല, നമ്മളങ്ങനെ പറയുമ്പോ അങ്ങനെ പറയണം. ഞാൻ അതല്ല ചോദിക്കണതേ ബാസില, ഇവിടെ പ്ലാൻ എന്താണ്? അപ്പം എന്റെ പ്ലാൻ എന്താണ്? ശരിക്കും വീട്ടമ്മ ഇരിക്കുകയാണ് ഇങ്ങനെ നിക്കണേ. ടീച്ചർ ആവണത് ഓക്കെ, പ്രൊഫഷൻ ചൂസ് ചെയ്യണതിന് മുന്നേ എന്റെ പരിപാടി എന്താണ്? അപ്പം പേഴ്സണൽ പ്രൊഫഷണൽ ആവണത് ഓക്കെ. അപ്പൊ ബിരിയാണി ചെമ്പ് ഇതിനുള്ളിൽ കയറ്റിയാണ് എന്റെ പരിപാടി എന്താണ്? ഒരാഴ്ചക്കുള്ള ബിരിയാണി ഉണ്ടാക്കി വെച്ചാൽ ബാസിൽ ഇങ്ങനെ ഓരോ പ്ലേറ്റ് എടുത്ത് കൊടുക്കാമോ? യൂറോപ്യൻ സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പോവാണ്. മീൽ പ്രപ്പ്. യൂറോപ്യൻ സ്റ്റൈൽ എന്താണോ? ഇത്രയും എണ്ണയും ഇത്രയും മറ്റേ മസാലപ്പൊടികൾ ഇട്ടുകൊണ്ടുള്ള ചോറല്ലോ ഉണ്ടാക്കുന്നത്. ഒരു ജസ്റ്റ് സാലാഡ് കോഴി പുങ്ങിയാണ്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ഫ്രിഡ്ജിൽ എത്ര കാലം നിൽക്കും? ഈ ബിരിയാണി ഒക്കെ ഒരാഴ്ച ഫ്രിഡ്ജിലാണ് കയറ്റാന്നുണ്ടല്ലോ. സീൻ ഹെൽത്തി ഫുഡ് ആണല്ലോ ഇപ്പൊ പറഞ്ഞത്. ബിരിയാണി നെയ്യൊക്കെ അടിച്ചു തരുന്നത്. നമ്മളിപ്പോ 2 ഓപ്ഷൻ ഉള്ളത്. ഇതാകുമ്പോ എന്താരോ ബിരിയാണിന്റെ കറൊക്കെ ആയി കഴിഞ്ഞാല് വേഗം നമുക്ക് ഡ്രസ് ഇതിക്കടാ. ബിരിയാണി ആണല്ലോ ഇപ്പത്തെ പ്രശ്നം. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊന്നല്ല ഇപ്പത്തെ പ്രശ്നം. അപ്പൊ ബിരിയാണി എവിടെ വെക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിപ്പോ എടുത്തോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഡിസൈൻ വട്ടം ഇവിടെ വരുന്നേ അത് ബാസിലിന്റെ മക എന്താണ്? ഫ്രണ്ട് ലോഡ് ഇഷ്ടമല്ല. ബാസിലിന്റെ മക ഈ ഒരു ടൈപ്പാണ് ഇഷ്ടം. മനസ്സറിഞ്ഞു. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സാധനം എടുക്കുന്നത്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതിലിപ്പോ എന്താ വെച്ചാൽ ഇതിന്റെ സെറ്റിംഗ്സ് പോലും പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞേ. ഇതിലെല്ലാം ഉണ്ട് ബാസില്. ഇതിൽ ജസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം ഇവിടെ ഉണ്ടല്ലോ. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ നോക്ക്. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഡിസ്ക്. ഇത് നോക്ക്. ഇതെന്താരോ P1 എന്താ? P1 എന്താണ്? പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് ഇങ്ങനെ കത്തും. അപ്പൊ P1 പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മിക്സ് ഫാബ്രിക്. വെള്ള ഡ്രസ് ആണെങ്കിൽ P2 ഒന്നുകൂടി നിൽക്കുക. അപ്പൊ P2ക്ക് പോകും. റാപ്പിഡ് എനിക്കറിയില്ല, ബൾക്കി അതൊന്നും എനിക്കറിയില്ല. ബേബി കെയർ അത് നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുള്ളതാണ്. P5 അല്ല P5 എന്താ വെച്ചാൽ ഇൻഷാല്ലാ ഒരു 3 മാസം കൂടി കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടി വരും. P5 ബേബി കെയർ നമുക്ക് ഡ്രസ് ഇട്ടാണ്ട് ഹീറ്റ് ചെയ്യാ തന്നെ. പിന്നെ ഇതിലിപ്പോ നമ്മൾ ആകെ ഇടേണ്ടത് ഓട്ടോയിലാണ്. P1 ഇടുക ഓട്ടോമാറ്റിക് മിക്സ് ഫാബ്രിക്. കാരണം നമ്മളിപ്പോ എന്താ വെച്ചാൽ ജീൻസ് മാത്രം കോട്ടൺ മാത്രം അങ്ങനെ നല്ല ഇടുക, മിക്സ് ഫാബ്രിക് അല്ല ഇടുക, എല്ലാം കൂടി മിക്സ് ചെയ്തല്ല ഇടുക. അപ്പൊ ഈ P1 ഇടുക, പ്രോഗ്രാം സെറ്റ് ചെയ്യുക. എന്നിട്ട് സൈക്കിള് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പ്ലേ ആണ് വർക്കാവും. ടൈം ഇവിടെ കാണിക്കും ബാസിലെ ഓട്ടോമാറ്റിക് എത്ര മിനിറ്റ് ആണ്. അപ്പൊ വാട്ടർ ലെവല് ഒക്കെ കാണിക്കും. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടൈം കഴിയുമ്പോൾ അലാറം അടിക്കും. ഇതെന്നെ എടുക്കുന്നേ അനക്ക് കൈ അടിക്കത്തുണ്ടോ? ഡ്രസ് അടിയത്തൊക്കെ എടുക്കാൻ പറ്റുണ്ടോ? പറ്റുണ്ടല്ലേ? അനക്ക് ഇഷ്ടല്ല. എനിക്ക് എന്റെ വെള്ളം ഒന്നും ഇഷ്ടമല്ല. വെള്ളമൊക്കെ ഞാൻ ബക്കറ്റിൽ ജസ്റ്റ് സോക്ക് ചെയ്തിട്ട് ഉണക്കാടും.
ഞാൻ എന്നിട്ട് പറയും ഇന്റെ ഡ്രസ്സ് ഞാൻ തിരുമ്പിക്കോളാം. അവിടെയാണ് തിരുമ്പല്. ഇവിടെങ്കിലും എനിക്ക് ഉമ്മ പറഞ്ഞു ഇവിടെങ്കിലും എന്റെ മോനെ ഞാൻ തിരുമ്പി ഞാൻ തരണ്ടേ. പറയലുണ്ട് ഇവിടെ ഞാൻ പറയലുണ്ട് ഇന്റെ ഡ്രസ്സ് ആരും തിരുമ്പണ്ട ഞാൻ തിരുമ്പിക്കോളാം അറിയലുണ്ട്. പക്ഷെ ഇവരെന്ത് അത് നമുക്ക് ഓവർ സ്നേഹമാണ് ബൽക്ക് നമ്മളോട്. അപ്പൊ പറയും വേണ്ട ഞങ്ങൾ തന്നെ തിരുമ്പിക്കോളാം അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ തിരുമ്പിക്കോളി പറയും. കാരണം എനിക്ക് വാഷിംഗ് മെഷീൻ ഇടുന്ന ഇഷ്ടമല്ല. വാഷിംഗ് മെഷീൻ അപ്പൊ എന്നാ പിന്നെ ഇവിടെ ഏൽപ്പിക്കും വേണ്ട. കാരണം കല്ലിലൊക്കെ ഇട്ട് 4 അടി അടിച്ചുകൊണ്ട് കീറിപ്പോരും. പക്ഷെ ഓളന്നെ വൃത്തിക്ക് ചെയ്തു തരല്ലേ ഇതുവരെ ഓക്കെയാണ്. ഞാൻ പറയലുണ്ട് ഞാൻ ചെയ്തോളല്ലേ പറയലില്ലേ ഇതുവരെ ഓക്കെയാണ് പറയലില്ലേ ഇതുവരെ ഓക്കെയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം വരും എന്നാണ് വാസിൽ പറഞ്ഞത്. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല തന്നെ ഡ്രസ്സ് കേടരുത്. അതേമാതിരി ഡ്രസ്സ് തെരഞ്ഞാ കിട്ടണം. ഡ്രസ്സാണ് തെരഞ്ഞാ കിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഞാനൊരു പുതിയ സ്റ്റാൻഡ് കണ്ടെത്തിയാണ് ഈ മാസം എനിക്ക് അത് വാങ്ങി തരും. അങ്ങനെ കറക്കണതാ അല്ല അതും അങ്ങനെ നല്ല വാസിലെ ഇങ്ങനെ ജെൻ ഷോറൂമിലൊക്കെ ഉണ്ടാവൂലേ ആങ്കർ ഇങ്ങനെ കറക്കി കറക്കി എടുക്കണേ അതാണ് നമ്മക്കല്ലേ നോക്കിയെടുക്കാം. ഈ സാധനം ഹനാന്റെ കൂടെ ഉണ്ടല്ലോ അടിയിൽ ഇത് നിങ്ങൾക്കൊക്കെ വാങ്ങണേ നല്ലതാ ഈ സാധനം. ചൂടിരിക്കുന്നുണ്ട്. ആ ഇതില്ലേ ഇത് സെറ്റാ അല്ലേ അത് കാണിച്ചെടുത്താ. ഇതാണ് ബാസിലിനെ നെസ്റ്റോ കണ്ടുവെച്ചിരിക്കണ കേട്ടോ ഈ സ്റ്റാൻഡ്. അതിന് അത് പാർട്സ് ആയിട്ട് വരും അതുപോലെ ഫിക്സ് ചെയ്യേണ്ടി വരും. ഇൻബിൽറ്റ് ഹീറ്റർ ഒക്കെ ഉണ്ടല്ലോ വാസിലത്തിന്. അതെന്തിനാണ് ഹീറ്റർ എന്തിനാണ് വാഷിംഗ് മെഷീനിൽ പറയും. ഞാൻ പറഞ്ഞതാ ഇത് ചില ഡ്രസ്സുകളിലുള്ള കറ പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര ടെമ്പറേച്ചറിലുള്ള വെള്ളം വരണം എന്നാലാണ് കറ പോകുള്ളൂ. തണുത്ത വെള്ളത്തിൽ നമ്മള് കറ പോവാണ് കുറച്ച് പാടാ. അപ്പൊ ചൂടുള്ള വെള്ളം വന്നിട്ട് സോക്ക് ചെയ്തിട്ട് അതിലേക്ക് സോപ്പും പൊടിയും കാര്യങ്ങൾ വരുമ്പോൾ കറ പെട്ടെന്ന് ഇളകി പോകും. അതാണ് ഹീറ്റർ വെക്കുന്നത്. ഇൻബിൽറ്റ് ഹീറ്റർ കറ പോവാൻ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ എനിക്കൊരു ഇതിന്റെ ഐഡിയ അല്ല. എനിക്കില്ല. പറഞ്ഞ ഈ ഫ്രിഡ്ജ് എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാ. എടുക്കാം ഇൻഷാ അല്ലാ. ഇപ്പൊ അടക്കട്ടെ ഇപ്പൊ നമ്മള് വന്ന സാധനം എടുത്ത് പോവാം നമുക്ക് അടുത്ത പ്ലാൻ ആക്കി നമുക്ക് 1990s പോയി ഞാൻ. പഴയ സാധനം എന്റെ പണ്ടത്തെ എൻജോയ്മെന്റ് എന്തെങ്കിലും ക്ലാസ്സിലെ ഇതില്ല ഈ സാധനം കറണ്ട് ഓണാക്കാതെ ഇങ്ങനെ കറക്കും ഇങ്ങനെ കറക്കിയാണ്ട് എന്നിട്ട് ഇവിടെ മോൻ വെച്ചിട്ട് പഴയ എൻജോയ്മെന്റ് ആണ് ഇത് പഴയ സെറ്റപ്പ്. അപ്പൊ എന്നാലും നമ്മളിത് ബില്ലാക്കാണ്. ബില്ലാക്കി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. ഇവിടെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ അയച്ചു കുട്ടി ഇവിടെ ഉണ്ട്. ഞാൻ വിടുക കേട്ടോ വിടട്ടെ ഇവിടെയാണ്. അപ്പൊ ഇത് നമ്മൾ അയച്ചു കുട്ടി കേട്ടോ. എന്താ പറഞ്ഞോ ഇതാര കുട്ടിയാണ് അത് പറയണോ ആദ്യം. ഉറപ്പാണോ മാറൂലല്ലോ ഇന്നൊരു ഉമ്മ കൊണ്ടാ ഇത് അത് പറയ്. കുട്ടി എന്താ ഇന്നെ വിളിച്ചല് അതാണ് വിളിക്കല്. വേറെ എന്തെങ്കിലും വിളിക്കലുണ്ടോ? കാശിക്കാരാ കാശി. അപ്പൊ കുട്ടീനൊരു സാധനം പറഞ്ഞു. എന്താ പറഞ്ഞു കുട്ടി? എന്നാ കുട്ടിക്ക് കൊടുത്താ എന്നാ കണ്ണടക്ക് കൈ നീട്ട്. ഈ രണ്ട് കൈ ഇങ്ങനെ പിടിക്ക്. നീ നീട്ട്. ഓക്കെ കൊടുക്ക്. ഇഷ്ടായോ? എന്തൊക്കെയാണിത്? എന്താ നോക്ക് കുട്ടിക്ക് ഇഷ്ടമായോ? നോക്ക് ഇതെന്താണ് ഇത്? അതെന്ത് സെറ്റാ? ഇതോ ഇതെന്ത് സെറ്റാ? കിച്ചൺ സെറ്റ്. വെരി ഗുഡ്. കുട്ടിക്ക് അറിയേ. ഇഷ്ടപ്പെട്ടോ? സർപ്രൈസ് ആയോ? ഉമ്മ കൊടുക്കേ ആന്റിക്ക് ഉണ്ടോ ഉമ്മ? ആന്റിക്ക് ഉമ്മ ഉണ്ടോ? എന്റെ കുട്ടിയാണിതേ. ഡോക്ടർ സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. എന്നാ കിച്ചൺ സെറ്റ് എന്നാ കുട്ടിയെ കൊണ്ട് എടുത്തുവെച്ചോ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഉമ്മൂനോട് എന്താ പറഞ്ഞു വെച്ചാൽ ഉമ്മ വന്നപ്പോൾ തന്നെ ഇവിടെ നനച്ചിരിക്കുകയാണ്. അപ്പോൾ ഉമ്മൂനോട് എന്താ പറഞ്ഞു വെച്ചാൽ എന്താ കോളേജിൽ ഞാൻ പഠിപ്പിച്ച സാറുണ്ടായിരുന്നു കേട്ടോ. സാറും നമ്മുടെ ചെക്കന്മാരും ഇങ്ങോട്ട് ഇതിൽ പാസ് ചെയ്യപ്പോൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി മാക്സിയൊക്കെ മാറ്റിക്കൂടി പറഞ്ഞിട്ടുണ്ട്. ആകെ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുന്നു. പഴയത് മാക്സി കിട്ടുന്നുണ്ട്.
മാക്സിമം തട്ടൊക്കെ ഇട്ടുള്ളി പറഞ്ഞായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ സംഭവം അത്ര വലിയ സാധനം ഒന്നല്ലെങ്കിലും അതായത് ഇമ്മൂന് സന്തോഷമാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സർപ്രൈസ് ആവുന്നില്ല, സന്തോഷമാവും. കാരണം എന്താ വെച്ചാൽ ഇമ്മൂനോട് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് വാഷിംഗ് മെഷീൻ പോയിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ അത് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങും പടക്കട്ടെ പറഞ്ഞാൽ. അപ്പോൾ ഞാനങ്ങനെ പറയലുണ്ട്. അപ്പോൾ സംഭവം അല്ലേ, സന്തോഷമല്ലേ? എന്താ പറയല്ലേ, ഉമ്മനെക്കാളും സന്തോഷം എനിക്കാണല്ലോ. എന്താ പറഞ്ഞേ? ഇതിൽ കൂടെയാണ് കൊണ്ടുപോണേ. അതിക്കൂടെ അല്ലേ കാരണം സുഖം, കിച്ചണിലല്ലേ വെക്കണേ. ആയിക്കൂടെ വെക്കണേ അല്ല, ഇവിടെ നമുക്ക് പിടിച്ചോണ്ടാവല്ലോ ഉള്ളൂ. അങ്ങോട്ട് വരുമ്പോ അവിടെ തന്നെ നിർത്താം. അല്ല അവിടെ അതൊക്കെ അല്ലേ നമുക്ക് ഇവിടെ ഇറക്കി വെക്കാം. വെളിച്ചം ഇവിടെ ഉണ്ടാവുള്ളേ. സാധനം ഇപ്പം ഇവിടെ എത്തും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വന്നിട്ട് കാണാല്ലേ? ഓക്കെ. ഓട്ടോറിക്ഷയിലല്ലേ വരുന്നതേ. ഓൽക്ക് എന്താ വെച്ചാല് എന്തോ നിങ്ങൾക്ക് എന്തോ ചക്ക എന്തൊക്കെയാ വാങ്ങിക്കണോര്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ സാറും കോളേജിൽ പഠിപ്പിച്ച സാറും കുട്ടികളൊക്കെ വരുന്നുണ്ട്. സാറന്മാരെ കാണാൻ എക്സൈറ്റഡ് ആണോ? അസ്സലാമു അലൈക്കും. ഇതിലാണോ ചക്കാത്? ഇതിലാണ് സാറ്. നിങ്ങൾ എത്ര ാണ് മെഷീനൊക്കെ ഇമ്മൂന് ഇന്ന് രാവിലെ മുതൽ ട്രാജഡിയാണ്. കൈ മുറിഞ്ഞു. അതിന്റെ അടിയിൽ ഇവളടുത്തുനിന്ന് എന്താണ് കുപ്പി പൊട്ടി. എനിക്ക് ട്രാജഡി അല്ല, ഞാൻ ഫുള്ള് നാശങ്ങളിൽ നിന്ന് ഒരു എണ്ണ കുപ്പി ഈ സാധനം ഒക്കെ ഇന്നൊരു 4 സാധനം ഓളന്നെ പൊട്ടിച്ചിക്കണ്. ഇമ്മൂന്റെ കയ്യുമ്പോ ചിക്കൻ പൊട്ടിയപ്പോഴാണ് കയ്യാവും. നല്ല മുറിയാണല്ലോ അമ്മ. കെട്ടോ ഒഴിവാക്കി നിങ്ങള്? അത് ഉണങ്ങും, വെറ്റാടി വെച്ചാൽ മതി. സന്തോഷായോ? എങ്ങനെയുണ്ട്? നാളെ തന്നെ ഞാൻ മാനുവിന് പണിയെടുക്കണം. അപ്പൊ അല്ല അത് ഓല് വരും മനക്കണേ. ഇല്ല, ഒരു കത്തിയെടുത്ത് ഉള്ളു കാണിച്ചു കൊടുക്കാം നമുക്ക്. തുറന്നു കാണിച്ചു കൊടുക്കാം. കത്തിയെടുത്തുണ്ടോ? അത് വെളിച്ചം കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഇതാക്കണം. നമുക്കൊരു ഫോട്ടോ എടുക്കണം. നമുക്ക് പുറത്തുനിന്ന് തന്നെ ഞലക്കാം. കത്തിയെടുക്കുക. അപ്പൊ ഇന്ന് രാവിലെ ഇങ്ങനെ പറയും ഇവന്റെ കാര്യമായിട്ട് അലക്കാണ്ടാകും. അപ്പൊ പറയും ആ ഫാൻ്റെ ഇട്ടിരുന്നിട്ടോ. ഇതതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓട്ടോമാറ്റിക് എഡിഷൻ തന്നെയാണിത്. ഓട്ടോമാറ്റിക് തന്നെയാണ്. പിന്നെ അതിൽ ഹീറ്റ് ഓപ്ഷനും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. ഉമ്മനെ പൊട്ടിക്കട്ടെ. ഡ്രസ്സൊക്കെ ചൂടാക്കി തീരുമാനേ. അതൊക്കെ എവിടുന്നാന്നും പറയില്ല. അതൊക്കെ കൊണ്ടുവന്നു. അതെ. അതാണ് ഞങ്ങളോട് ഇന്ന് ഉച്ചക്ക് ചോദിച്ചത്, മുന്നേ തുറക്കണാണോ മേലെ തുറക്കണാണോ എന്നൊക്കെ ചോദിച്ചില്ലേ. മേലെ തുറക്കണേ. ഓട്ടോമാറ്റിക്കലി ഇട്ടാണ്ട് ഇതാണ് നെക്കിയാ മതി. അണ്ട് കറങ്ങി കഴിയും. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇത് നമുക്ക് ഉള്ളിൽ വെക്കാം അല്ലേ? ഉള്ളിൽ തന്നെ വെക്കണേ. ഉള്ളിലാണ് അതിന്റെ സെറ്റപ്പ് ഒക്കെ കൊടുത്തേക്കണേ. താത്താനെ ഗതിയെടുത്തു, വാളിയാക്കാനെ ഗതിയെടുത്തു, എല്ലാരും ഗതിയെടുത്തു. ഓലൊക്കെ വിളിച്ച് ചോദിച്ചിക്കണേ എങ്ങനെയാണ് ഏതാണ് അങ്ങനെയൊക്കെ വിളിച്ചാണ്ട് ചോദിച്ചിട്ടാണ് എടുത്തേക്കണത്. ഓക്കെ അല്ലേ? വിൻസിന്റെ തന്നെയാണല്ലോ അല്ലേ? വേറെ മോഡൽ. എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ കരുതി പോലുള്ള സാധനം തന്നെയല്ലേ? ഓക്കെ അല്ലേ? ഇത് 8 കിലോ അത് സ്റ്റീലൊക്കെ ആണല്ലോ അല്ലേ? ഫൈബർ ആണോ? മറ്റേ നമ്മളെ ഫൈബർ ആയി. ഇത് സ്റ്റീലായിരുന്നു. പിന്നെ ഓല് നാളെ ഒരു ഡെമോ കാണിച്ചു തരണമെങ്കിൽ വരാറിനക്കണേ. എങ്ങനെയാണ് ആദ്യം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാനൊക്കെ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓല് വന്നോളൂ. മിക്സ് ചെയ്തിട്ട് ഇതാക്കാം, വൈറ്റ് ഇതാക്കാൻ വേറെ ഉണ്ട്, കുറേ മോഡുണ്ട്. കുറേ മോഡുണ്ട്. അപ്പൊ വെള്ള ടീഷർട്ടൊക്കെ ഞെക്കിടാ.
ഒക്കെ പറ്റും. ടീഷർട്ട് ഇടാൻ പറ്റൂല. പിന്നെന്താ വെള്ളം അതിനുള്ള കാര്യമായിട്ട് അപ്പൊ ഞാൻ ആകെ ഇവരോട് പറയുന്ന ഒരു കാര്യമാണ് ഇന്റെ ഡ്രസ്സ് ഇതിലിടരുത്. കാര്യമായിട്ട് ഇടാനത് ഓൻ്റെതാ. പിന്നെ ഓൻ്റെ ഇടാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ഇടല് അപ്പൊ സാധനമൊക്കെ വാങ്ങി തന്നിക്കണം. അപ്പൊ 2 കൊല്ല വാണിങ്ങാണ് ഇന്റെ ഡ്രസ്സ് ഇതിലിടരുത്. ഞങ്ങൾ തിരുമ്പോ അലക്ക് കല്ലെന്നെ മതി. പക്ഷെ അൻ്റെത് തിരുമ്പോ പിന്നെ ബ്ലാങ്കറ്റ് അല്ല ഇത് സ്റ്റീലായി ആണല്ലേ. സ്റ്റീല് സ്ക്രൂ ഒക്കെ അതിൽ കിടക്കണ്ട. ആ എല്ലാം ഉണ്ടാവും. ഇനി ഓല് വന്നിട്ട് എത്ര കിലോനാണ് അവര്? അതാ ഇത് 8 കിലോന്. 8 കിലോന് എന്താ 8 കിലോന്റെ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്താ പറയല്ലേ? സന്തോഷായി. ഓക്കെ. അപ്പോ നമ്മളെ മുന്നൊരു ചെറിയൊരു സർപ്രൈസ് തനി. ഇന്നലെ മദേഴ്സ് ഡേ ഒക്കെ ഇനി അതുകൊണ്ടല്ല കേട്ടോ അത് വാങ്ങിക്കൊടുത്തത്. അല്ലെങ്കിലും ആ എല്ലാം കൂടി കൂട്ടിക്കോളി. ഞാൻ പറഞ്ഞേ ഇജ്ജ് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞേ എന്തോ ഓട്ടോറിക്ഷയിൽ ഇറങ്ങിച്ചു അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ചക്ക എന്തൊക്കെ കൊണ്ടുവന്നു പറഞ്ഞു. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴേ ചക്ക ഇത്ര വലിയ പെട്ടിയിലോ. ഇവിടെ തിരുമ്പോൾ അതാ ഓർക്കുന്നത്. പിന്നെ കെട്ടി വന്നൊക്കെ ചെയ്ത് എന്നാ പിന്നെ എവിടുന്നേലും കയറ്റി കൊണ്ടുവരുന്ന. ഞാൻ പറഞ്ഞു എന്റെ സാറും അവരൊക്കെ വരികയാണ്. അപ്പൊ സാറ് എന്താ ഓട്ടോറിക്ഷയിൽ ഇരുത്തിങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. അപ്പൊ ഓട്ടോറിക്ഷ വിളിച്ച് വരികയാണെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ആക്കിയതായിരുന്നു. അപ്പൊ ഐശുവിന് സർപ്രൈസ് കിട്ടി, ഇമ്മമാക്കും കിട്ടി അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ചെറിയൊരു സർപ്രൈസ് കൊടുത്താണ് ഉമ്മൂന്. അപ്പോ നമ്മളെ വ്ളോഗ് ഇമ്മനെ സംബന്ധിച്ച് വലുതാണ്. ഞമ്മക്ക് ഇത് ചെറുതേ കാരണം ഓൽക്ക് ഇത് എപ്പോഴും ഉപകാരപ്പെടുന്ന സാധനങ്ങളായതുകൊണ്ട് വലുത് തന്നെ ഇക്കാരം. അപ്പോൾ നമ്മളെ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക്സ്. ആ മൈക്ക് അസറോണ്ട് കണ്ടുവിട്ടാ. ഇമ്മിപ്പോ യൂസ് ചെയ്യണ ഇത് എത്ര കൊല്ലം യൂസ് ചെയ്ത്? അപ്പൊ 14 കൊല്ലം യൂസ് ചെയ്ത ഒരു വാഷിംഗ് മെഷീൻ മാറ്റിയാണ്ട് ഉമ്മ പുതിയൊരു വാഷിംഗ് മെഷീൻ. ഇത് ഒരു 10 കൊല്ലം 20 കൊല്ലം യൂസ് ചെയ്യാൻ 2003 മോഡൽ മാറ്റിയപ്പോ നമ്മള് 2016 ഫ്രഷ് മോഡൽ 26 മോഡല് പുതിയ മോഡലാണ്. ഇത് ഇനി ഒരു 20 കൊല്ലെങ്കിലും പോട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. മറ്റേത് എത്ര കൊല്ലായി? മറ്റേത് എത്ര കൊല്ലായി? 14. അപ്പൊ 2012. ബാത്റൂമിൽ കൊണ്ടുവച്ച് പൊന്തിച്ച് വെച്ചില്ല. അപ്പൊ ഈ വെള്ളം പോണൊക്കെ അയിമ കൂടി തട്ടിക്കണ അതിന്റെ ഇതൊക്കെ പുറക്കെ അങ്ങനെ. അപ്പൊ എന്തായാലും ഹാപ്പി, താങ്ക് യു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരി. ആദ്യം പറയണ്ടല്ലോ പായസം തരൊക്കെ ഉണ്ടാക്കണം. ഇല്ലല്ല അതൊന്നും വേണ്ടേ. അത് വേണ്ട, മധുരപ്പ കഴിക്കണ്ടേന്. ഞാൻ കഴിക്കും. അപ്പൊ നമ്മള് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ആ ഉള്ളിൽ ഇവിടെ മുടിച്ചോ ഞാൻ അവിടെ മുടിച്ചോ. അടുക്കളേക്ക് വെക്കലമ്മ. എന്റെ നോട്ടം തന്നെ കൈ വെച്ചതൊക്കെ നഷ്ടാണ്. ഇന്ന് കൈ വെച്ച അടികൂടി പിടിച്ചോളാം, അടികൂടി പിടിച്ചോളാം. അല്ല അതിന്റെ ആവശ്യം ഇത് നീ ഇറക്കി വെക്കണം നമുക്ക്. കൈ ഇത് വെക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. പൈപ്പ് വരെ ഇട്ടിരിക്കണ അസുഖം. ഓ ഇതാണ് പുതിയ പേരുണ്ടാക്കിയത്. സെറ്റപ്പൊക്കെ വെച്ചിക്കണേ. ഇങ്ങനെ കടത്തി പതുക്കെ അവിടെ പൊടി അടിപൊടി. അല്ലല്ല അതന്നെ അല്ല ഞാൻ ഇത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീൻ. അപ്പൊ ഇതാണ് സാധനം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ. അപ്പൊ നമ്മളെ വ്ളോഗ് അപ്പൊ ഇനി നമ്മള് അടുക്കളയില് കുക്കിംഗ് വ്ളോഗ് ഒക്കെ എടുക്കുമ്പോ സൈഡിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാവും. അപ്പൊ ഇനി ഇത് ഫിറ്റ് ചെയ്തിട്ട് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ പാത്രം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇട്ടും ചെയ്യാം. അപ്പൊ പിന്നെ അന്ന് പറയല്ലേ ഈ പൊട്ടത്തി എളുപ്പത്തിൽ കൊണ്ടുവന്നിടും. അപ്പൊ രണ്ടാളോടും പറയണ ഇന്റെ റെസിപ്പിയിൽ ഇടരുത് ദയവ് ചെയ്തിട്ട്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്റെ മാനുവൽ ആയിക്കോട്ടെ. അപ്പൊ നമ്മള് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മള് വ്ളോഗ് കണ്ട എല്ലാവർക്കും
നന്ദി. താങ്ക് യു. പുതിയ വ്ളോഗായിട്ട് നമ്മൾ പിന്നെ വരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.